ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവത്തിൻ്റെ കൃപയാൽ സഭാശാസ്ത്രം എന്ന വിഷയത്തിൻ്റെ 7ാമത്തെ സെക്ഷനിൽ പ്രവേശിപ്പാനായ ദൈവം നമ്മെ സഹായിച്ചതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. നിങ്ങൾക്കേവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. നിങ്ങൾ നൽകുന്ന പ്രോത്സാഹനത്തിന്, സഹായ സഹകരണത്തിന്, പ്രാർത്ഥനയുടെ പിൻബലത്തിനായി ഞാൻ നന്ദി പറയുന്നു. ദൈവം നിങ്ങളെല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ദൈവസഭയുള്ള ബന്ധത്തിൽ അതിൻ്റെ വിവിധങ്ങളായ പേരുകൾ, വിശ്വാസികളുടെ ഉത്തരവാദിത്വങ്ങൾ അനുകൂലം ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. നമുക്കറിയാം, ക്രൈസ്തവ സഭ എന്ന പേരിൽ അറിയപ്പെടുന്നതായ ഒരുപാട് വിഭാഗങ്ങൾ നമ്മുടെ ചുറ്റുപാടിലുണ്ട്. അവരിൽ ഓരോ സംഘത്തിൽപ്പെട്ടവരും അവരുടെ സഭയാണ് സത്യസഭ എന്ന് പഠിപ്പിക്കുന്നു. അപ്പോൾ നിഷ്പക്ഷമായി ഈ സഭകളെ വീക്ഷിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അവനിൽ ആശയക്കുഴപ്പം ഉണ്ടാക്കുന്ന ഒരു വാദമുഖമാണിത്. കാരണം ക്രൈസ്തവ സഭ എന്ന് പറയുന്ന, അല്ലെങ്കിൽ ഞങ്ങളാണ് സത്യസഭ എന്ന് പറയുന്ന ഓരോരുത്തരും തമ്മിൽ പഠിപ്പിക്കുന്ന കാര്യങ്ങളിൽ വ്യത്യസ്തതയുണ്ട്. ക്രൈസ്തവ സഭ എന്ന് പറയുകയും വ്യത്യസ്തങ്ങളായ പഠിപ്പിക്കൽ നടക്കുകയും ചെയ്യുമ്പോൾ സ്വാഭാവികമായും കാണുന്നവനെ, കേൾക്കുന്നവനെ അത് ഒരു ആശയക്കുഴപ്പത്തിലേക്ക് കൊണ്ടുവരുന്നു. അപ്പോൾ ഒരു സത്യം അന്വേഷിക്കുക, എങ്ങനെയാണ് യഥാർത്ഥ ദൈവസഭ ഏതാണെന്ന്, അല്ലെങ്കിൽ ക്രിസ്തീയ സഭ ഏതാണെന്ന് കണ്ടുപിടിക്കാൻ കഴിയുക. ഇനി നമുക്ക് സഭാചരിത്രം പഠിച്ച് ഇത് മനസ്സിലാക്കാമെന്ന് ചിന്തിച്ചാൽ ഓരോ ഗ്രൂപ്പും പഠിപ്പിക്കുന്ന സഭാചരിത്രത്തിൽ പോലും വ്യത്യാസമുണ്ട്. അതേസമയം തന്നെ സത്യാന്വേഷികളെ നിരാശപ്പെടുത്താത്ത രീതിയിൽ അവർക്ക് ദൈവസഭയുള്ള ബന്ധത്തിൽ എൻ്റെ ആരംഭം, വളർച്ച, ഉപദേശം, അംഗത്വ യോഗ്യത, ജീവിത രീതി എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് സഭയുടെ നാഥൻ ദൈവവചനത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ദൈവസഭയെക്കുറിച്ച് അറിയുവാൻ ദൈവവചനമാണ് ആശ്രയിപ്പാൻ കഴിയുന്ന ഒരേ ഒരു ഘടകമെന്ന് നാം തിരിച്ചറിയണം. ആദിമസഭ എപ്രകാരമായിരുന്നുവോ അതേ ചിട്ടയിൽ തുടരുന്ന, അതേ വിശ്വാസ പ്രഖ്യാപനങ്ങളിൽ ഉറച്ചു നിൽക്കുന്ന, ആ വിശ്വാസ പ്രമാണങ്ങളിൽ അധിഷ്ഠിതമായി മുന്നോട്ട് പോകുന്ന സഭകൾ ഇക്കാലത്തുണ്ടോ എന്നാണ് നമ്മൾ ചിന്തിക്കുന്നത്. ആരംഭ കാലഘട്ടത്തിൽ തന്നെ ആദിമസഭയുടെ ഉപദേശത്തിൽ നിന്ന് വ്യതിചലിച്ച് പഠിപ്പിക്കുന്ന ആളുകൾ അന്നും എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു. പിന്നെയുള്ള കാലഘട്ടങ്ങളിലും എഴുന്നേൽക്കുമെന്നുള്ളതായ ദീർഘവീക്ഷണം അന്നത്തെ ദേവദാസന്മാർക്കുണ്ടായിരുന്നു. അതുകൊണ്ട് അപ്പോസ്തലനായ പൗലോസ് ഇങ്ങനെ പറയുന്നുണ്ട്, ഞങ്ങൾ നിങ്ങളെ പഠിപ്പിച്ചതിന് വിപരീതമായിട്ട് ഏതെങ്കിലും ഒരു നവീന ആശയമായിട്ട് ആരെങ്കിലും നിങ്ങളുടെ അടുക്കൽ വന്നാൽ, അവൻ സ്വർഗത്തിൽ നിന്ന് വന്ന ദൂതനാണെങ്കിൽ പോലും നിങ്ങളുടെ കെണിയിൽ ചാടരുത്. അവനും അവൻ ഉൾപ്പെട്ട് നിൽക്കുന്ന സമൂഹവും ശപിക്കപ്പെട്ടതാണ് എന്ന് പൗലോസ് ഓർമ്മിപ്പിച്ചു. ഗലാത്യ ലേഖനം നമ്മൾ 1-ാം അധ്യായത്തിൻ്റെ 6 മുതലുള്ള വചനങ്ങളെ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആദിമസഭ എപ്രകാരം ആയിരുന്നു എന്നുള്ളത് നമുക്ക് ദൈവവചനത്തിലൂടെ
ഒന്ന് മനസ്സിലാക്കുന്നത് നന്നായിരിക്കും. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച കാര്യമാണ് സഭ എന്ന പദം പഴയ നിയമത്തിലുണ്ട്, പുതിയ നിയമത്തിലുണ്ട്. അതിൻ്റെ പഴയ നിയമത്തിൻ്റെ മൂലഭാഷയായ എബ്രായ ഭാഷയിൽ കാഹൽ എന്നും പുതിയ നിയമത്തിൻ്റെ മൂലഭാഷയായ ഗ്രീക്കിൽ എക്ലേസിയ എന്നും പദമാണ് സഭയ്ക്ക് പകരമായി ഉപയോഗിച്ചിരിക്കുന്നത്. നമ്മൾ കഴിഞ്ഞ സെക്ഷനിൽ പഠിച്ച കാര്യമാണ്. അതിൻ്റെ അർത്ഥം എന്താണ്? ഒരു പ്രത്യേക ഉദ്ദേശത്തോടു കൂടി വിളിച്ചുകൂട്ടിയ ഗണത്തെയാണ് എന്തെന്ന് പറയുന്നത്, സഭ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ മേൽപ്പറഞ്ഞ രണ്ട് പദങ്ങളും അങ്ങനെ ഉപയോഗിച്ചിട്ടുണ്ട്. പുറപ്പാട് 12-3, 16-9, 35-4, യോശുവ 22-17, 1-23-8, മിക 2-5 ആ പദങ്ങളെ ചൂണ്ടിക്കാണിക്കുന്ന ഭാഗങ്ങളാണ്. അപ്പോൾ ക്രിസ്തീയ സഭ എന്ന് പറയുന്നത് ഇസ്രായേലിൻ്റെ പിന്തുടർച്ചയാണോ എന്ന് ചോദിച്ചാൽ അല്ല. അതേസമയം യഹൂദന്മാരിൽ നിന്നും ജാതികളിൽ നിന്നും ദൈവത്തിനായി യേശുക്രിസ്തു മൂലം വിളിച്ച് വേർതിരിക്കപ്പെട്ടവരുടെ കൂട്ടമാണ് സഭ. എന്താണ്? യഹൂദന്മാരിൽ നിന്നും ജാതികളിൽ നിന്നും ദൈവത്തിനായി യേശുക്രിസ്തു മൂലം വിളിച്ചു വേർതിരിക്കപ്പെട്ടവരുടെ കൂട്ടമാണ് സഭ. 1 കൊരിന്ത്യർ 12-13 നമുക്കത് കാണാൻ കഴിയുന്നുണ്ട്. ഈ സഭയുടെ ഉടമസ്ഥൻ ദൈവമാണ്. ഇതിന് മുതൽ മുടക്കിയത് ആരാണ്? യേശുക്രിസ്തുവിൻ്റെ രക്തമാണ്. നമ്മൾ അപ്പോസ്തല പ്രവൃത്തി 20-28 പഠിക്കുമ്പോൾ നമ്മളിങ്ങനെ കാണുന്നുണ്ട്, സ്വന്തം രക്തത്താൽ സമ്പാദിച്ച സഭ എന്ന് കാണാൻ കഴിയുന്നുണ്ട്. നമ്മൾ അപ്പോസ്തല പ്രവൃത്തി 2:47 പഠിക്കുമ്പോൾ മാനസാന്തരപ്പെട്ട് യേശുവിനെ രക്ഷകനെ അംഗീകരിച്ചവരാണ് ഇതിൻ്റെ അംഗങ്ങളെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. പാപത്തോട് യാത്ര പറഞ്ഞവരും യേശുക്രിസ്തു മൂലം പിതാവായ ദൈവത്തോട് വെറുപ്പ് പ്രാപിച്ചവരും അവരാണ് ക്രിസ്തു സഭയിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. നമ്മൾ എഫേസ്യർ 2:14 മുതൽ 22 വചനങ്ങളെ വായിച്ച് പഠിക്കുമ്പോൾ നമുക്ക് ആ കാര്യങ്ങൾ ഗ്രഹിക്കാൻ കഴിയുന്നുണ്ട്. അപ്പോൾ ഭൂമിയിൽ ഒരുത്തൻ്റെ പേര് ഏതെങ്കിലും സഭയുടെ രജിസ്റ്ററിലേക്ക് ഉണ്ടായിരുന്നു വന്നേക്കാം. എന്നാൽ അതിന് ആ സഭ എന്ന് പറയുന്ന ആ സംഘടന, നിങ്ങളെ പ്രസ്ഥാനം, അവർ നിഷ്കർഷിക്കുന്നതായ മാനദണ്ഡങ്ങൾ പാലിച്ചാൽ മതി. എന്നാൽ ദൈവസഭയിൽ അവൻ്റെ പേര് കാണണമെങ്കിൽ അവൻ്റെ പേര് ജീവൻ്റെ പുസ്തകത്തിലില്ല എങ്കിൽ അവൻ്റെ അന്ത്യവിശ്രമം എവിടെയാണെന്നറിയാവോ? കത്തുന്ന തീപ്പുകയില. വെളിപ്പാട് 20:5 കാണുന്നുണ്ട്. ജീവസ്വത്തിൽ പേരെഴുതി കാണാത്ത യവനെയും തീപ്പുകൾ തള്ളിയിടും. അപ്പോൾ അതിന് ദൈവവചനം വയ്ക്കുന്ന ചില വ്യവസ്ഥകളും മാനദണ്ഡങ്ങളൊക്കെ ഉണ്ട്. ദൈവസഭയ്ക്കകത്ത് ഒരുവിൻ്റെ പേര് കാണണമെങ്കിൽ കർത്താവിൻ്റെ വചനം നിഷ്കർഷിക്കുന്നതായ കാര്യങ്ങളിലൂടെ അനുസരണത്തിലൂടെ മുന്നോട്ട് പോയെങ്കിൽ മാത്രമാണ് അവൻ്റെ പേര് ദൈവസഭയ്ക്കകത്തുണ്ടായിരിക്കുന്നത്. നമ്മൾ തിരിച്ചറിയണം. ഈ ദൈവസഭ നമുക്ക് കഴിഞ്ഞ ദിവസം പഠിച്ച കാര്യമാണ്. കർത്താവായ യേശുക്രിസ്തു തലയായിരിക്കുന്നതും യേശുക്രിസ്തുവിൻ്റെ ശരീരമായതുമാണ് യഥാർത്ഥ ക്രിസ്തീയ സഭ. കൊലോസ്യർ 1:18 എഫേസ്യർ 1:23 കാണാൻ കഴിയുന്ന കാര്യമാണ്. അതേസമയം തന്നെ ഈ തലയെ മുറുകെ പിടിക്കാതെ, യേശുക്രിസ്തുവിനെ വ്യക്തിവരെ ബന്ധമില്ലാതെ, യേശുക്രിസ്തുവിനെ അല്ലാതെ വേറെ മറ്റു പലരെയും ആശ്രയിച്ചും മറ്റു പലരിലും വിശ്വസിച്ചും ഒക്കെ മുന്നോട്ട് പോകുന്നതായ വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം അത് ദൈവസഭയുടെ പ്രമാണത്തിന് വിരുദ്ധമായ നടപടിക്രമങ്ങളാണെന്ന് നാം തിരിച്ചറിയണം. കൊലോസ്യർ 2:16 മുതൽ 19 പഠിക്കുമ്പോൾ അവിടെ ഇങ്ങനൊരു കാര്യം പറയുന്നുണ്ട്. തലയെ മുറുകെ പിടിക്കാതെ, അതുകൊണ്ട് ഭക്ഷണപാനീയങ്ങൾ സംബന്ധിച്ചോ പെരുന്നാൾ, വാവ്, ശബത്ത് എന്നീ കാര്യത്തിലോ ആരും നിങ്ങളെ വിരുദ്ധ തെറ്റിക്കരുത്. ഇവ വരുവാനിരുന്നവയുടെ നിഴലത്രേ. ദേഹമെന്നതോ ക്രിസ്തുവിൻ ഉള്ളത്. താഴ്മയിലും ദൂതന്മാരെ ആരാധിക്കുന്നതിലും രസിച്ച് സ്വന്തം ദർശനങ്ങളിൽ പ്രവേശിക്കുകയും ജഡമനസ്സിനാൽ വെറുതെ ചേർക്കുകയും തലയെ മുറുകെ പിടിക്കാതിരിക്കുകയും ചെയ്യുന്നവൻ ആരും നിങ്ങളെ വിരുദ്ധ തെറ്റിക്കരുത്. തലയായവനിൽ നിന്നല്ലോ ശരീരം മുഴുവനും സന്ധികളാലും ഞരമ്പുകളാലും ചൈതന്യം ലഭിച്ചും
ഏകീഭവിച്ചും ദൈവീകമായ വളർച്ച പ്രാപിക്കുന്നത്. അപ്പോൾ ഇവിടെ പെരുന്നാളിൻ്റെ പേരിൽ, വാവിൻ്റെ പേരിൽ, ശബത്തിൻ്റെ പേരിലൊക്കെ ആരും പല നിലകളിലൊക്കെ പല കാര്യങ്ങൾ നടത്തുന്നുണ്ട്. അങ്ങനെയുള്ളവരാരും നിങ്ങളുടെ വിരുത് തെറ്റിക്കരുത് എന്നാണ് പൗലോസ് പറയുന്നത്. ഇതെല്ലാം വരുവാനിരുന്ന നിഴലായിരുന്നു. എന്നാൽ ദേഹം എന്നത് ആർക്കുള്ളതാണ്? ക്രിസ്തുവിനുള്ളതാണ്. ചിലരുണ്ട് വളരെ ലളിതമായ ജീവിതം നയിക്കുന്ന ആളുകളുണ്ട്, ത്യാഗപൂർണ്ണമായ ജീവിതം നയിക്കുന്ന ആൾക്കാരുണ്ട്. എന്നിട്ട് വേണ്ടിയിട്ടാ ദൈവസഭയുടെ അംഗമായി തീരുവാൻ സ്വർഗ്ഗത്തിൽ പണിക്കട്ടെ. വചനം വരെ താഴ്മയിലും. പിന്നെ ചില ദൂതന്മാരെ ആരാധിക്കുന്നവരുണ്ട് അല്ലേ? ആ ദൂതൻ അങ്ങനെ ചെയ്തു, ഈ ദൂതൻ ഇങ്ങനെ ചെയ്തു, അതുകൊണ്ട് അദ്ദേഹത്തെ ആരാധിച്ച് പോകുന്ന ആളുകളുണ്ട്. അങ്ങനെ പോകുന്ന ആളുകളുണ്ട്. പിന്നെ തലയെ മുറുകെ പിടിക്കാതിരിക്കുക. ക്രിസ്തുവാണ് സഭയുടെ നാഥൻ, ക്രിസ്തുവാണ് ഏക രക്ഷകൻ, ക്രിസ്തുവാണ് ഏക വഴി, ക്രിസ്തുവാണ് ഏക മധ്യസ്ഥൻ. പത്രോസ് പറഞ്ഞില്ലേ, മറ്റൊരുത്തിനും രക്ഷയില്ല, നാം രക്ഷിക്കപ്പെടുവാൻ ആകാശം കീഴിൽ മനുഷ്യരിടയിൽ നൽകപ്പെട്ട വേറൊരു നാമവുമില്ല. യേശു പറഞ്ഞു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു, ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കൽ എത്തുന്നില്ല. പൗലോസ് പറഞ്ഞില്ലേ, ദൈവം ഒരുവനല്ലോ, ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥനും ഒരുവൻ, എല്ലാവർക്കും വേണ്ടി മറുവിലയായി തന്നെത്താൻ കൊടുത്ത ക്രിസ്തു യേശു തന്നെ. എന്നിട്ട് എന്താ ചെയ്യണേ? നമ്മൾ മറ്റു പലരും വഴി അങ്ങോട്ട് എത്താൻ ചിന്തിച്ചുകൊണ്ടിരിക്കുക, മറ്റു വളരെ നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുക. അയ്യോ, തെറ്റിപ്പോയി. ദൈവസഭയ്ക്ക് ഒരു രക്ഷിതാവുള്ളത് കർത്താവായ യേശുക്രിസ്തുവാണ്. ദൈവസഭയ്ക്ക് ഒരു മധ്യസ്ഥനുള്ളത് കർത്താവായ യേശുക്രിസ്തുവാണ്. യേശുക്രിസ്തു വഴിയിലൂടെ അല്ലാതെ പിന്നെ ദൈവസ്ഥത്തിൽ ചേരാൻ കഴിയുകയില്ല. ഈ സത്യം തിരിച്ചറിയാതെ മറ്റു പല വർഗ്ഗങ്ങളിലൂടെ എത്താമെന്ന് പഠിക്കുന്നതും പഠിപ്പിക്കുന്നതും ഒക്കെ തെറ്റാണ്. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ്, ക്രൈസ്തവർ തമ്മിൽ എന്ത് ചെയ്യരുത്? തമ്മിൽ തല്ലരുത്. അതോ അവർക്കൊരു പ്രശ്നം ഉണ്ടായാൽ അത് സഭയ്ക്കകത്ത് തന്നെ പരിഹാരമുണ്ടാക്കണമെന്നുള്ളതാണ് ദൈവവചന വ്യവസ്ഥ. എന്നാൽ ഇന്ന് നമുക്കറിയാം, പള്ളിയുടെ പേരിൽ അടിയ, സിംതേറിൻ്റെ പേരിൽ അടിയ, അല്ലേ, ഹോളിൻ്റെ പേർക്കും അടിയ, മൃതശരീരത്തോട് പോലും നീതി കേട് കാണിക്കുന്ന നിലകളിലേക്കൊക്കെ ഒരാൾ മരിച്ചാൽ ആ മൃതശരീരം പോലും ചെമ്പത്തിൽ അടക്കാനായിട്ടുള്ള ഒരു സമാധാനപരമായ അന്തരീക്ഷമില്ലാത്ത നിലകളിലൊക്കെ ക്രൈസ്തവരെന്ന് അഭിമാനിക്കുന്നവർ വഴിമാറിപ്പോയിക്കൊണ്ടിരിക്കുക. എന്നിട്ട് അവർ പറയാം ഞങ്ങളാണ് സത്യസഭ. അപ്പോൾ ദൈവസഭയ്ക്കകത്ത് കേസുകൾ അല്ലേ, ഇത് എൻ്റെയാണ്, ഇത് ഞങ്ങളുടെയാണ്. നമ്മൾ ആത്മീയമായിട്ട് കൂടി വരുന്ന ഒരു കൺവെൻഷൻ സ്ഥലങ്ങളിൽ പോലും ഇപ്പോൾ സ്വസ്ഥമായിട്ട് അവിടെയും പോലീസിന് സാന്നിധ്യം വേണ്ടി വരും. ഇപ്പോൾ നമ്മൾ അതുമാത്രം അധപ്പതിച്ചെന്നുള്ളതാണ്. നമുക്ക് വിരോധി പറയാനുണ്ട്. പണ്ടത്തെ പോലെ നല്ല നമ്മൾ പണ്ടത്തെ നീലമുക്കിയ ഉടുപ്പും ചാണകം മെഴുകിയ തറയും ചൂട്ടുകാറ്റയും കിലോമീറ്ററുകൾ നടന്നു വന്നതായ അന്തരീക്ഷമൊന്നുമല്ല ഇപ്പം. അപ്പോൾ നമ്മളെല്ലാം മാറി. നമുക്ക് വലിയ വലിയ വില കൂടിയ AC കാറുകളായി, AC കെട്ടിടങ്ങളായി, വളവള തിളങ്ങുന്ന വസ്ത്രങ്ങളായി, എല്ലാം നമ്മൾ ടോട്ടൽ മാറി. പക്ഷേ എപ്പോഴും നമ്മൾ പ്രമാണത്തിൽ നിന്നും വ്യതിചലിച്ച് പോയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് സത്യം. അതുപോലെ പ്രമാണത്തിലേക്ക് മടങ്ങി വരിക എന്നുള്ളതാണ് നമ്മുടെ ഉത്തരവാദിത്വം. നമ്മുടെ കേസും കോടതിയൊക്കെ ഒഴിവാക്കാനായിട്ട് ശ്രമിക്കുക. കൊരിന്ത്യർ സഭയിൽ ഭിന്നതയുടെ സ്വഭാവം വെളിപ്പെട്ട് പൗലോസ് പറഞ്ഞു, അവനെ ശാസിച്ചു. എന്നാൽ ഇന്ന് ദൈവസഭയ്ക്കകത്ത് ഗ്രൂപ്പിസമാണ്. അധികാര കസേരയ്ക്ക് വേണ്ടി, ദ്രവ്യ സമ്പാദനത്തിന് വേണ്ടി, ലഭിച്ച സ്ഥാനം നിലനിർത്തുന്നതിനായിട്ട് എന്തെല്ലാം വളഞ്ഞ വഴികളാണ് ചിന്തിക്കുന്നത്, എന്തെല്ലാം കുറുക്കു വഴികളാണ് ചിന്തിക്കുന്നത്. കർത്താവായ യേശുക്രിസ്തുവിന്റെ രക്തത്താൽ കഴിവ് പ്രാപിച്ച് സമ്പാദിച്ച ദൈവസഭയുടെ അംഗങ്ങളായ എത്ര സഹവിശ്വാസികളെയും സഹശുശ്രൂഷകന്മാരെയൊക്കെയാണ് ചവിട്ടി താഴ്ത്തി അപവാദം പറഞ്ഞു ഭീഷണിപ്പെടുത്തിയും ഒക്കെ ഒതുക്കി നിർത്തുന്നത്. എന്നിട്ട് അവർ പറഞ്ഞാരാ? നമ്മൾ ദൈവസഭക്കാരാണ്, ക്രൈസ്തവരാണ്, ക്രിസ്ത്യാനികളാണ്. നിങ്ങൾ പിൻപറ്റുന്ന ക്രിസ്തുവിനെ മതി ഞങ്ങൾ മനസ്സിലായില്ല. ഇവിടെയൊക്കെ നമുക്ക് വലിയൊരു മാറ്റം വന്നേ മതിയാവുകയുള്ളൂ. ഈ അധികാര കസേരയുള്ള തമ്മിലടിയും ഈ ഗ്രൂപ്പിസവും ഈ ഗുണ്ടായുസവും ഒന്നും ദൈവസഭയ്ക്കകത്ത് പറഞ്ഞുള്ള കാര്യങ്ങളല്ലെന്ന് മനസ്സിലാക്കണം.
ദൈവസഭയ്ക്കകത്ത് ഭിന്നത ഉണ്ടാക്കുന്ന എല്ലാവരും മനസ്സിലാകേണ്ടത് നിങ്ങൾ ക്രിസ്തുവിനുള്ളവരല്ല എന്നുള്ളതാണ്. ക്രൈസ്തവ ജനതയുടെ ഐക്യതയാണ് സഭയുടെ നാഥൻ എപ്പോഴും ആഗ്രഹിക്കുന്നത്. ഫിലിപ്പിയർ 2:1-2 വരെ, യോഹന്നാൻ 11:51-52 പഠിക്കുമ്പോൾ കാണാം. എന്നാൽ ഇവിടെ എന്താ സംഭവിക്കുന്നത്? സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി, നേട്ടങ്ങൾക്ക് വേണ്ടി ഭിന്നത വളർത്തുവാനായിട്ട് ചില ഉത്സാഹിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെയാണ് നമ്മൾ മടങ്ങി വരേണ്ടത്. ആദിമസഭയിൽ ആഴ്ചവട്ടത്തിന് 1-ാം നാൾ സഭായോഗം ഉണ്ടായിരുന്നു, അപ്പം നുറുക്കലുണ്ടായിരുന്നു, ഉപദേശമുണ്ടായിരുന്നു. അങ്ങനെയുള്ള കൂട്ടത്തിന് ലഭിച്ചൊരു പേരാണ് ക്രിസ്ത്യാനികൾ. നമ്മൾ അപ്പോസ്തലപ്രവൃത്തി 11:26 പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. അവർ കർത്താവിനെ ആരാധിക്കുന്നവരായിരുന്നു, അവർ ഉപവസിക്കുന്നവരായിരുന്നു. ആദിമ ക്രൈസ്തവ സഭയിലെ ജനങ്ങൾ അങ്ങനെയൊക്കെ ആയിരുന്നു. നമ്മൾ പ്രവൃത്തിയുടെ പുസ്തകം 13-ാം അധ്യായം 2-ാം വാക്യം പഠിക്കുമ്പോൾ കാണാൻ കഴിയുന്നുണ്ട്. ഇന്ന് മറ്റു പലരെയും വണങ്ങുവാനും ആരാധിക്കുവാനും മറ്റു പലരോട് പ്രാർത്ഥിക്കുവാനും ചിലർ അവരുടെ അണികളെ പഠിപ്പിക്കുക. ആദിമ സഭയിലില്ലാതിരുന്നായ കീഴ്വഴക്കങ്ങൾ അനുവർത്തിക്കുന്നവരുടെ അവർ പറഞ്ഞ പേര് ഞങ്ങൾ ക്രിസ്തീയ സഭ എന്ന. എന്നാൽ ആദിമസഭയിൽ അങ്ങനെ സംഭവം ഉണ്ടായിരുന്നില്ല. അവർ കർത്താവിനെ ആരാധിച്ചിരുന്നു. അവർക്ക് ദൂതന്മാർ മധ്യസ്ഥന്മാരായിട്ട് ഉണ്ടായിരുന്നില്ല, ഒരു മധ്യസ്ഥനും ഉണ്ടായിരുന്നില്ല. കർത്താവെന്ന ഏക രക്ഷിതാവെന്നവർ പരസ്യമായി പറഞ്ഞിരുന്നു. കർത്താവെന്ന ഏക മധ്യസ്ഥനവർ പരസ്യമായി പറഞ്ഞിരുന്നു. കർത്താവ് ഏക രക്ഷിതാവെന്നും ഒന്ന് മാത്രം വഴിയെന്നും പറഞ്ഞിരുന്നു. എന്നതൊക്കെ വിട്ടുമാറിക്കൊണ്ടിരിക്കുക. അതുപോലെ ആദിമസഭയിൽ അന്യഭാഷയും പ്രവചനവും കൃപാവര ശിശുക്കളൊക്കെ ഉണ്ടായിരുന്നു. 1 കൊരിന്ത്യർ 12:28, 14:4-5 വരെ, 23 പഠിക്കാൻ കാണാൻ കഴിയുന്നുണ്ട്. ഇന്ന് അങ്ങനെ ശുശ്രൂഷകളെ വിമർശിക്കുന്നവരധികം പേരും അവരാണോ ക്രിസ്ത്യാനികൾ? ആദിമസഭ അംഗങ്ങൾ ആത്മവരങ്ങളെ എതിർക്കുന്നവരല്ലായിരുന്നു, അവർ അതിനെ വാഞ്ചിക്കുന്നവരായിരുന്നു. 1 കൊരിന്ത്യർ 14:12 വായിക്കുമ്പോൾ കാണുന്നത് തന്നെയാണ്. ഇന്ന് ശുശ്രൂഷകൾ ചെയ്യുന്നവരെ എന്ത് ചെയ്തുകൊണ്ടിരിക്കുക? വിമർശിക്കുക. അവരൊക്കെ എങ്ങനെയോ വഴിമാറിപ്പോയെന്നുള്ള വാസ്തവം. അവർ ഉള്ള വചനം ഉള്ള പോലെ പഠിപ്പിക്കുമായിരുന്നു. 1 കൊരിന്ത്യർ 14:19. അതുപോലെ തന്നെ ആ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ, പ്രസംഗകൻ പറയുന്ന കാര്യങ്ങൾ വചനത്തിൽ ഉള്ളതാണോ എന്ന് ഒരു പരിശോധിക്കുമായിരുന്നു. അപ്പോസ്തലപ്രവൃത്തി 17:11 കാണുന്നുണ്ട്. 19 പഠിക്കുമ്പോൾ അവർ ദൈവവചനം പഠിപ്പിക്കുവാനായിട്ട് ഉത്സാഹമുള്ളവരായിരുന്നു കാണാൻ കഴിയുന്നുണ്ട്. ഇന്ന് ദൈവവചനം പഠിക്കാൻ നേരമില്ല ആർക്കും. പഠിപ്പിക്കുന്നവരും ഇല്ല, പഠിക്കുന്നവരും ഇല്ലാത്തൊരു കാലഘട്ടത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുക. നമ്മളിന്ന് വേറെ എന്തിൻ്റെയൊക്കെയോ പുറകെ ചാടിക്കൊണ്ടിരിക്കുക. വചനത്തിലുള്ളതൊന്നും അല്ല. ചിലർ വചനം വ്യാഖ്യാനം കേട്ട് കഴിഞ്ഞാൽ തമ്പുരാൻ പോലും മൂക്കത്ത് വിരൽ വെച്ചു പോകും. എൻ്റെ പൊന്നുമോനെ ഞാനത് എഴുതുമ്പോൾ, അത് പറയുമ്പോൾ എൻ്റെ ബുദ്ധിയിൽ പോലും അങ്ങനത്തെ ഒരു ആശയം ഉണ്ടായിരുന്നു ചിന്തിച്ചു പോകും. അതുപോലെയൊക്കെ ചിലർ വ്യാഖ്യാനിച്ചു കളഞ്ഞ സമയങ്ങൾ. എവിടെ നിന്ന് കിട്ടിയെന്ന് അറിയില്ല കൃപ. വചനത്തിൽ ഉൾപ്പെട്ട് നിൽക്കുവാൻ, വചന പ്രമാണത്തിൽ ഉൾപ്പെട്ട് നിൽക്കുവാൻ, കർത്താവ് പഠിപ്പിച്ച കാര്യങ്ങൾ മനസ്സിലാക്കി അപ്പോസ്തോലിക ഉപദേശം നിലനിന്നുകൊണ്ട് ആഗോള ദൈവസഭയുടെ ഭാഗമായി തീരുവാൻ കർത്താവ് സഹായിക്കട്ടെ. നിങ്ങൾ അവർ ദിനംതോറും ആത്മീയ വർധനമുള്ള ആളുകളായിരുന്നു. അവർ ആത്മീയ വർധന പ്രാപിച്ചും കർത്താവിനോടുള്ള ഭക്തിയിലും പരിശുദ്ധാത്മാവിൻ്റെ പ്രബോധനയിലും, അത് മനുഷ്യനിർമ്മിതങ്ങളായ പാരമ്പര്യങ്ങളല്ല, പരിശുദ്ധാത്മാവിൻ്റെ പ്രബോധനത്തിൽ നടക്കുന്നവരായിരുന്നു. പ്രവൃത്തി 9:31. ആത്മീയ വർധനം ഉണ്ടാകണം. ദിവസം അംഗമാകേണ്ട കാര്യമൊന്നുമില്ല. ആത്മീയ വർധനം ഉണ്ടാവണം. കുറേ കൊല്ലം കഴിഞ്ഞിട്ട് ഇപ്പോഴും ഈ കൊച്ചുപിള്ളേരെ പോലെ നടക്കുകയാണ്. എൻ്റെ അർത്ഥം വളർച്ച ഉണ്ടായില്ല എന്നുള്ളതാണ്. അപ്പോൾ ആത്മീയ വർധനം ഉണ്ടാകണം. മാത്രമല്ല കർത്താവിനുള്ള ഭക്തി ഉണ്ടാകണം. ഇന്ന് ദൈവസഭയ്ക്കകത്തുനിന്ന് ഭക്തിയൊക്കെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക. ഭക്തിയുടെ വേഷധാരികളായി ശക്തിയെ കെടുത്തി കളയുന്നവരായി മാറിക്കൊണ്ടിരിക്കുക. ഇവിടെ നമുക്ക് തിരിച്ചുവരവ് ആവശ്യമാണ്. അപ്പോൾ നമ്മൾ ഈ ആത്മീയ അന്ധകാരത്തിൽ നിന്ന് വെളിയിൽ വന്നേ മതിയാവുകയുള്ളൂ.
അന്യഥാർത്ഥമായ വചനം പഠിക്കണം. വചനം പഠിക്കുന്ന അവർ പറഞ്ഞ കാര്യങ്ങൾ വചനത്തിലുള്ളതാണോ ശാന്തമായി ചിന്തിക്കണം. ഇതൊന്നുമില്ലാതെ എന്ത് ചെയ്യരുത്, കുടുക്കളിയാക്കപ്പെട്ടു പോകരുത്. അതുമാത്രമല്ല, സഭാജനങ്ങൾ ദൈവത്തിൽ നിന്ന് പ്രാപിച്ച നന്മകളും വിടുതലുകളും ദൈവനാമത്തിനായി സഭകളിൽ പ്രസ്താവിക്കുന്ന പതിവുണ്ടായിരുന്നു. നമ്മൾ 22 വാക്യം പ്രയർ 2:12 പഠിക്കുമ്പോൾ അവിടെ അവർ ആ ദിവസങ്ങളിൽ പ്രാപിച്ച നന്മകളെക്കുറിച്ച് നന്ദി സൂചകമായി സഭകളിൽ അത് പ്രസ്താവിച്ചിരുന്ന് കാണാൻ കഴിയുന്നുണ്ട്. പക്ഷേ ഇന്നത്തെ സാക്ഷ്യങ്ങളോ, ഇന്നും സാക്ഷ്യം പറയുന്നവരൊക്കെ ഉണ്ട് അല്ലേ. ഇന്നത്തെ സാക്ഷ്യം കേട്ടാൽ സത്യം, ഇന്നത്തെ സാക്ഷ്യ സമയം കേൾക്കുമ്പോൾ എന്താ ചെയ്യുന്നത് പറഞ്ഞാൽ, സ്വർഗത്തിലെ ദൂതന്മാർ ചിലപ്പോൾ എല്ലാവരെയും വിളിച്ചു വിട്ട് പറയടാ അവിടെ കോമഡി ഷോ തുടങ്ങിയെന്ന് പറയും. എന്താണ് സാക്ഷ്യത്തിൽ പറയണത് പോലും അറിയില്ല. എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞ ആളുകളുണ്ട്. സാക്ഷ്യം പറയുമ്പോൾ പ്രബോധിപ്പിക്കുന്ന ആളുകളുണ്ട്. ചിലരുടെ സാക്ഷ്യം രക്ഷിക്കപ്പെട്ട അന്ന് എന്ത് പറഞ്ഞത് അതേ സാക്ഷ്യം തന്നെ ഇന്നും ഒരു മാറ്റവും ഇല്ല. ചിലർ സാക്ഷ്യം പറയുന്നുണ്ട് ആ ഒരാഴ്ച മുഴുവൻ അവർ എന്തെങ്കിലും എവിടെയെല്ലാം പോയോ എന്തെല്ലാം ചെയ്തോ അതൊക്കെ ഒരു ചരിത്രം വിവരിക്കുന്നതാണ്. ചിലർക്ക് എല്ലാ ആഴ്ചയിലും ഒരു പാട്ട് മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. പാട്ടോട് തെറ്റൊന്നുമില്ല. ചിലർക്ക് പാട്ട് പാടിയില്ലെങ്കിൽ സാക്ഷ്യം വരില്ല. പാട്ടോടാൻ സമയം ചില സാക്ഷ്യം വരാതെ പറയുന്നു പോകും. അങ്ങനെയൊക്കെയുള്ള പല നിലയ്ക്കുള്ള എന്തോ തെറ്റിദ്ധാരണകൾക്ക് നമ്മുടെ കളി വന്നു പോയിട്ടുണ്ട്. എന്നാൽ നമ്മുടെ സാക്ഷ്യത്തിലൂടെ ദൈവനാമം മഹത്വപ്പെടുമാറ് കർത്താവ് എന്താണ് കഴിഞ്ഞ പ്രാവശ്യം കൊണ്ട് ചെയ്തത് അത് പറയുവാനായിട്ട് ഉത്സാഹമുണ്ടാകും. അതുപോലെ തന്നെ കർത്താവിന് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ കഴിഞ്ഞാൽ അതും പറഞ്ഞ നല്ല കാര്യമാണ്. അല്ല പുതിയ തീരുമാനമെടുത്തെങ്കിൽ അതും പറഞ്ഞത് നല്ലതാണ്. പക്ഷേ അത് പ്രാവർത്തികമാക്കണം എന്നുള്ളതാണ്. വെറുതെ സഭയിലെ സമയം കളയാൻ വേണ്ടിയിട്ട് ഞാൻ അടുത്ത ആഴ്ച കർത്താവിന് വേണ്ടി അത് ചെയ്യാൻ പോകുന്നു പറഞ്ഞിട്ട് അങ്ങനെയല്ല. അത് തീരുമാനങ്ങളെടുത്ത തീരുമാനത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് അത് പാലിക്കുവാൻ ഉത്സാഹമുള്ളവരായിരിക്കണം. മാത്രമല്ല, നമ്മളൊക്കെ ആരാണ്? ദൈവത്തിൻ്റെ ദാനമായി നമ്മളിരിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരങ്ങളാണ്. അതുകൊണ്ട് നമ്മുടെ ശരീരം കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ദൈവത്തെ മഹത്വപ്പെടണം. കാരണം എന്താണ്? നമ്മളെ വിലയ്ക്ക് വാങ്ങിയിരിക്കുക. നമുക്കുള്ളവരല്ല, നമ്മൾ ദൈവത്തിനുള്ളവരാകിയാൽ നാം ദൈവത്തെ മഹത്വപ്പെടുത്തണം. 1 കൊരിന്ത്യർ 6:19-20 കാണുന്ന വാക്യമാണ്. കഷ്ടതകളിൽ സഹിഷ്ണുതയുള്ളവരാണ്. ഇന്ന് കഷ്ടത ഉണ്ടാകുമ്പോഴത്തേക്കും ദൈവത്തിനെതിരെ പ്രവൃത്ത് ഞാൻ പ്രാർത്ഥിച്ചിട്ട് എന്താ കാര്യം, ഉപയോഗിച്ചിട്ട് എന്താ കാര്യം, അല്ലെങ്കിൽ പോയിട്ട് എന്താ കാര്യം, കർത്താവിൻ്റെ വില ചെയ്തിട്ട് എന്താ കാര്യം എന്നൊക്കെ പറഞ്ഞ് പരാതി പറഞ്ഞ് നിരാശപ്പെട്ട് അവിടെ നിന്ന് അകന്നുപോകാൻ ആഗ്രഹിക്കുന്ന ആളുകൾ. എന്നൊക്കെ വചനം പറഞ്ഞാണ് കഷ്ടതകളിൽ സഹിഷ്ണുള്ളവരായിരിക്കണം. 2 Thessalonians 1:4. അടുത്തത് പ്രവൃത്തി 16:5 വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കണം. കഷ്ടങ്ങളുണ്ടാകാം, പ്രയാസമുണ്ടാകാം, പ്രതികൂലമുണ്ടാകാം, രോഗമുണ്ടാകാം, ദുരിതമുണ്ടാകാം, നഷ്ടങ്ങൾ സംഭവിക്കാം. പക്ഷേ നിങ്ങൾ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കണം. വിശ്വാസികൾക്ക് അവർ ഉറപ്പില്ല. ചെറിയ പ്രശ്നം ഉണ്ടാകുമ്പോഴത്തേക്കും അവർ ദൈവത്തോട് മടങ്ങി പോവുകയാണ്. ഇവിടെയാണ് നാം ദൈവത്തിലേക്ക് മടങ്ങി വരേണ്ടത്. ഇവിടെവരെ ആദിമസഭയുടെ അനുഭവത്തിലേക്ക് നമ്മൾ മടങ്ങി വരണം. അനുഭവങ്ങൾ മുന്നേറണം. കാരണം നമ്മളിവിടെ കാട്ടിക്കൊടുന്ന കോപ്പറാട്ടി കണ്ടുകൊണ്ട് നമ്മളെ ചേർക്കാനാണ് കർത്താവ് വരുന്ന ഒരിക്കലും തെറ്റിദ്ധരിക്കരുത്. കഷ്ടതയിലും മഹാദാരിദ്ര്യത്തിലും ധാരാളം ഔദാര്യം കാണിക്കുവാൻ കഴിയുന്നവരായിരുന്നു. 2 കൊരിന്ത്യർ 8:1 പഠിക്കുമ്പോൾ കാണുന്ന എന്താ പറഞ്ഞത്? കഷ്ടതയിലും മഹാദാരിദ്ര്യത്തിലും ധാരാളം ഔദാര്യം കാണിക്കുമായിരുന്നു. അതെങ്ങനെ ശരിയാവണം? ഇവർക്ക് കഷ്ടതയാണ്, ഇവർക്ക് മഹാദാരിദ്ര്യമാണ്. അവിടെയും അവരെന്ത് കാണിച്ചിരുന്നു? ഔദാര്യം കാണിച്ചിരുന്നു. ഇന്നെങ്ങനെയാണ്? എല്ലാം എനിക്ക് കിട്ടണം അല്ലേ? എത്ര ഉണ്ടെങ്കിലും പൂഴ്ത്തി വെച്ചുകൊണ്ട് അല്ലേ? കൂട്ടുവിശ്വാസി എത്രമാത്രം കഷ്ടം സഹിച്ചാലും, കൂട്ടു സഹോദരൻ എത്രമാത്രം കഷ്ടം സഹിച്ചാലും, കൂട്ട് പ്രവർത്തകൻ എത്ര കഷ്ടം സഹിച്ചാലും അതൊന്നും കാണാതെ പോകുന്ന വിശ്വാസികളും നേതാക്കന്മാരും ഒക്കെ ഉള്ള കാലഘട്ടത്താണ് ജീവിക്കുന്നത്. അവർക്ക് ഈ വാക്കിക്ക് വലിയ വെല്ലുവിളികളാണ്. അവർ മഹാ കഷ്ടതയിലായിരുന്നിട്ട് പോലും
ദാരിദ്ര്യം അനുഭവിച്ചിട്ട് പോലും ആ ദാരിദ്ര്യത്തിലും കഷ്ടതയിലും പോലും അവരെ ഔദാര്യം കാണിക്കുവാൻ മനസ്സുള്ളവരായിരുന്നു പറയുമ്പോൾ നമ്മൾ സത്യത്തിലാ പറയുന്നതിന് നമ്മൾ തലവണിക്കേണ്ടി വരും. ഇവിടെയൊക്കെ നമുക്ക് നവീകരണം വേണ്ട. നമ്മൾ നവീകരണം പറഞ്ഞ് ഉണർവ് കൂടെ ഓടി ചാടി നടക്കുക. നമ്മുടെ ഉണർവ് എന്ന് എവിടെയാണെന്നറിയാവോ? ഈ വാദ്യോപകരണങ്ങളൊക്കെ തട്ടിക്കൂട്ടി ഒച്ചുണ്ടാക്കി വിളവിലാക്കുമ്പോൾ നമുക്ക് ഭയങ്കര ഉണർവായി. അത് സൈലൻ്റ് ആകുമ്പോൾ ഉണർവും പോയി. അവൻ നല്ല ഉണർവ്. ഈ കാട്ടി കൂട്ടുന്ന ഓ ആ ഈ അതൊന്നല്ല ഉണർവ്. ഉണർവ് ഹൃദയത്തിൽ നിന്നുണ്ടാകണം. ദൈവവചനം കേൾക്കുമ്പോൾ ഹൃദയത്തിലൊരു തകർച്ച ഉണ്ടാകണം, ഒരു അനുതാപം ഉണ്ടാകണം, ഒരു ഏറ്റുപറച്ചിലുണ്ടാകണം, കണ്ണുനീരുണ്ടാകണം. ചാടിത്തുള്ളി മറന്നു കാണിക്കുന്ന ഉണർവല്ല ഉണർവ്. ഉണർവ് വ്യക്തിപരമാണ്. ആ വ്യക്തിപരമായ നമ്മുടെ അന്തർഭാഗ ഉണർവ് സംഭവിക്കേണ്ടത്. അങ്ങനെ വ്യക്തികളിൽ ഉണർവുണ്ടാകുമ്പോഴാണ് ഒരു കുടുംബങ്ങൾ ഉണർത്തപ്പെടുന്നത്. കുടുംബങ്ങൾ ഉണർത്തപ്പെടുമ്പോഴാണ് സഭകൾ ഉണർത്തപ്പെടുന്നത്. സഭകൾ ഉണർത്തപ്പെടുമ്പോഴാണ് ദേശങ്ങൾ ഉണർത്തപ്പെടുന്നത്. ദേശത്തിന് ഉണർവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നവരിൽ ആദ്യം പ്രാർത്ഥിക്കുന്നതാണ് എന്നെ ഉണർത്തണമെന്ന്. അവനൊരു പാട്ടുണ്ട്, എനിക്ക് പാട്ട് പാടാരെന്നേയും പറയാം അല്ലേ. ഞാൻ ഉണർന്നാൽ ഭവനം ഉണരുന്നു, ദേശം ഉണരുന്നൊക്കെ ഉണ്ട്. അപ്പം നമ്മളെയാണ് ഉണർത്തേണ്ടത്. ഉണർവിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നമുക്കാണ് ദൈവം കേൾക്കുമ്പോൾ തകർച്ചയും ഒരു നിലവിളിയൊക്കെ വേണ്ടത്. അങ്ങനെ മുന്നോട്ട് പോയെങ്കിൽ മാത്രമാണ് യഥാർത്ഥ ഉണർവിൻ്റെ ഫലം കാണാൻ കഴിയുള്ളൂ. അടുത്തത് 2 Corinthians 8:21 പഠിക്കുമ്പോൾ സഭകളുടെ ദൂതന്മാരും ക്രിസ്തുവിൻ്റെ മഹത്വവുമാകണം. നമ്മൾ സഭയുടെ നെടുന്തൂണുകളായി മാറണം. നമ്മൾ കർത്താവിന് മഹത്വമുള്ളവരായി തീരണം. എന്തെങ്കിലും കാണിച്ചു പോകുക എന്നുള്ളതല്ല, ക്രിസ്തുവിന് മഹത്വമുള്ളവരായി മാറുക. നമ്മൾ റോമലേഖനം 2:23-24 പഠിക്കും കാണുന്നില്ലേ? വിശ്വാസികൾ നിമിത്തം ദൈവനാമം ജാതികളുടെ ഇടയിൽ ദുഷിക്കുവാൻ പാടില്ല. വിശ്വാസികൾ കാണിച്ചു കൂട്ടുന്നതായ വൃത്തികേടുകൾ കണ്ടുകൊണ്ട് എന്ത് ചെയ്തുകൊണ്ടിരിക്കുക? ജനങ്ങളുടെ ഇടയിൽ, ജാതികളുടെ ഇടയിൽ ദൈവനാമം ദുഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുക. ഇവിടെ നമുക്ക് വലിയ ഉത്തരവാദിത്വമുണ്ട്. നമ്മൾ അനുവർത്തിച്ചേ പറ്റുകയുള്ളൂ. നമ്മൾ എഫേസ്യർ 5:22 പഠിക്കുമ്പോൾ കാണുന്നില്ലേ? യുവജനം വചനത്തോടു കൂടിയ ജലസ്നാനത്തിൽ വെടിപ്പായവരും കറ, ചുളക്കം, വാട്ടം എന്നിവ ഇല്ലാത്തവരും ശുദ്ധരും നിഷ്കളങ്കരും ആയിരിക്കണം. അതിനുവേണ്ടി കർത്താവ് മരിച്ചത്. നമ്മൾ ആരായിരിക്കണം? കറ, ചുളുക്കം, വാട്ടം എന്നിവ ഇല്ലാത്തവരായിരിക്കണം, ശുദ്ധരായിരിക്കണം, നിഷ്കളങ്കരായിരിക്കണം. നമുക്ക് അങ്ങനെ വല്ലതും സാധിക്കുന്നുണ്ടോ? നമ്മുടെ സഭയിൽ അങ്ങനെ വല്ലവരും ഉണ്ടോ? നമ്മൾ ചിലരൊക്കെ വിശുദ്ധരാക്കുക, ചിലരൊക്കെ നമ്മൾ അശുദ്ധരാക്കാറുണ്ട്. പറയൂ ആ മനുഷ്യൻ വളരെ ഭക്തനാണെന്ന് വെച്ചാൽ ആ മനുഷ്യൻ അങ്ങനെയല്ല. നമ്മൾ അങ്ങനെയൊക്കെ പലരെയും അങ്ങോട്ട് മാർക്കിടാറുണ്ട്. ഞാൻ ചോദിക്കുന്നത്, ദൈവവചന പ്രകാരം, ദൈവവ്യവസ്ഥ പ്രകാരം ദൈവസഭ അംഗങ്ങളായി പോകുന്ന എത്ര പേർ നമ്മുടെ സഭകളിലുണ്ട്? ദൈവനാമമുഖത്തിന് വേണ്ടി ദൈവരാജ്യ വ്യാപ്തിക്കായി ഉത്സാഹിക്കുന്ന എത്ര പേരുണ്ട്? ദേശം മുഴുവൻ നന്നാക്കുന്നതിന് മുമ്പ് നമുക്ക് നന്നാകുവാനായിട്ട് ഒരു തീരുമാനം കർത്താവ് സഹായിക്കട്ടെ. ആവോളം ദൈവവ്യവസ്ഥയോട് ചേർന്നതുകൊണ്ട്, ദൈവിക പ്രമാണങ്ങളോട് ചേർന്നതുകൊണ്ട്, ദൈവിക വചനത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ദൈവാത്മാവിൻ്റെ നിയോഗത്തിന് കീഴിലും നിയന്ത്രണത്തിന് കീഴിലായിരിക്കാനായി സമർപ്പിച്ച് നമുക്ക് ദിവസങ്ങളിൽ പ്രാർത്ഥിക്കാം. മറ്റുള്ളവരെങ്ങനെയായാലും കുഴപ്പമില്ല, നമ്മെ കർത്താവിന് പ്രയോജനപ്പെടുന്ന രീതിയിലാക്കി തീർക്കാനായിട്ട് നമ്മെ സമർപ്പിച്ച് ഒരു നിമിഷം ദൈവത്തോട് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, തന്ന സെക്ഷനായി സ്തോത്രം ചെയ്യുന്നു. നിങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ കർത്താവേ. ഈ തലമുറയിൽ ആദിമസഭ പ്രകാരമായിരുന്നുവോ അപ്രകാരമുള്ള സഭയായി മാറുവാൻ, ആദിമവിശ്വാസികളെ പ്രകാരമായിരുന്നുവോ അപ്രകാരമുള്ള വിശ്വാസിയായി മാറുവാൻ കൃപ നൽകുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവവചനത്തോടുള്ള ആഗ്രഹവും വചനത്തോടുള്ള അനുസരണവും ആത്മാവിനെ വിധേയപ്പെട്ട് ജീവിക്കാനുള്ള കൃപയും നൽകപ്പെടുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു.
അധികാരമോഹികളായി, ദിവ്യാഗ്രഹികളായി, കുറുക്കുവഴികൾ ചിന്തിക്കുന്നവരായി, ദൈവനാമം ഞങ്ങളിൽ നിന്ന് സന്തോഷിക്കപ്പെടുന്നവരായിട്ടല്ല കർത്താവേ. ഞങ്ങളിലൂടെ ദൈവനാമം മുഖത്തുവിടുവാനായിട്ട് ഞങ്ങളെ ഉപയോഗിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. സത്യവചനത്തിൽ അധിഷ്ഠിതമായി സത്യസഭയായി മാറുവാൻ, ഞങ്ങളുടെ വരും നമ്മൾ എടുക്കപ്പെടുവാൻ ഞങ്ങളെല്ലാം കർത്താവ് യോഗ്യരാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ പഠിതാക്കളെ നീ അനുഗ്രഹിക്കണമേ, പഠിപ്പിക്കുന്നവരെ നീ അനുഗ്രഹിക്കണമേ. ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്നവരുണ്ട്, പ്രാർത്ഥിക്കുന്നവരുണ്ട്, ഇതിനെ സഹായിക്കുന്നവരുണ്ട്, കർത്താവേ സന്ദേശങ്ങൾ പങ്കുവയ്ക്കുന്നവരുണ്ട്, ഞങ്ങളെ വിധങ്ങളിൽ പ്രോത്സാഹിക്കുന്നവർ അവരെല്ലാം നീ അനുഗ്രഹിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്കും തിരുനാമത്തിൽ ജീവിപ്പാൻ, തിരുരാജ്യവ്യാപ്തിക്ക് നിലകൊള്ളുവാൻ ഞങ്ങളെ സഹായിച്ചാട്ടെ. അങ്ങനെ ചെയ്യുന്ന വലിയ കൃപയ്ക്കായി സ്തോത്രം. ഈശ്വരൻ നാം തന്നെ ആമേൻ. ക്ഷമയോടെ ഈ സന്ദേശത്തിന് നന്ദി പറയുന്നു. ഇത് നിങ്ങളെല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. കർത്താവ് ഒരു താമസിച്ചാൽ നമുക്ക് അടുത്ത സെക്ഷനിൽ വീണ്ടും കാണാം. അതുവരെയും കർത്താവിൻ്റെ വിസ്താരമായ ചെറുടിയിൽ നിന്ന് സൂക്ഷിക്കാനായിട്ട് പരസ്പരം ഓർത്ത് പ്രാർത്ഥിക്കാം. എല്ലാ സഹകരണത്തിനും പ്രോത്സാഹനം നന്ദി പറയുന്നു. താങ്ക് യു. മേ ഗോഡ് ബ്ലസ് യു.